നമസ്കാരം, ഇത് IBN മലയാളം. കോൺഗ്രസ് എംപിയും കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ് ശശി തരൂർ. ഇപ്പോൾ ശശി തരൂരാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ചർച്ചാ വിഷയം. തരൂർ എങ്ങനെ കത്തിക്കയറുകയാണ്. കൃത്യമായ നിലപാട് പറയുന്ന, സത്യമായി പറയുന്ന, അതിൽ കൃത്രിമത്വം കലർത്താത്ത, രാഷ്ട്രീയം നോക്കാത്ത ഒരാളാണ് തരൂർ. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ വർഷങ്ങളായി തിരുവനന്തപുരത്തിന്റെ MP ആയി തുടരുന്നത്. നിരന്തരമായി പലരും മറച്ചു വെക്കുന്ന, പറയാൻ മടിക്കുന്ന കാര്യങ്ങളെ ഉള്ളതുപോലെ പറയുന്ന പ്രകൃതക്കാരനാണ് തരൂർ. ഇപ്പോഴും മോദി സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പല കോൺഗ്രസുകാരും തുറന്നു പറയാൻ മടിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കാതെ, സ്ഥാനമാനങ്ങൾ നോക്കാതെ നല്ലതിനെ നല്ലതെന്ന് പറയുന്ന ഒരേ ഒരു രാഷ്ട്രീയക്കാരനാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാണ് ശശി തരൂർ. അതിന് എത്രയെത്ര ഉദാഹരണങ്ങൾ. ഈയടുത്ത് മോദി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ആ കൂടിക്കാഴ്ച ഇന്ത്യക്ക് ഗുണകരമാണെന്ന് തരൂർ പറഞ്ഞിരുന്നു. 2024 ഏറ്റവും മികച്ച രാഷ്ട്രീയക്കാരൻ മോദിയാണെന്നും തരൂർ പറഞ്ഞു. ഇതിൽ നിന്നെല്ലാം മോദിയോട് അല്ലെങ്കിൽ BJPയോട് തരൂരിനുള്ള താല്പര്യം വളരെ വ്യക്തമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും തരൂരിനെ കോൺഗ്രസ് വൃത്തങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല. കോൺഗ്രസിന്റെ കണ്ണിലെ കരടാണ് തരൂർ. കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ചപ്പോൾ തന്നെ ഈ കരട് ഒരു കോലായി മാറി. അതുകൊണ്ട് തന്നെ തരൂരിന് വേണ്ട പരിഗണന കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും സംസ്ഥാന നേതൃത്വവും നൽകിയിരുന്നില്ല. അതിന്റെ അതൃപ്തി പലതവണ തരൂർ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. എന്നാൽ ഇപ്പോൾ ഈ അവഗണന സഹിച്ച് കോൺഗ്രസിൽ നിൽക്കേണ്ട എന്ന നിലപാടിലേക്ക് കടക്കുകയാണ് ശശി തരൂർ. അതായത് നിലപാട് മാറ്റത്തിന് ഒരുങ്ങുകയാണ് ശശി തരൂർ. മോദി സ്നേഹവും BJPയോടുള്ള താല്പര്യവും ഉള്ളതുകൊണ്ട് തന്നെ BJPയിലേക്ക് തരൂർ കടക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. 85% അത് ഉറച്ചതുപോലെ തന്നെ. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ തരൂരിനെതിരെ തിരിയുമ്പോൾ ഇത് ഊട്ടിയുറപ്പിക്കാൻ കഴിയും. ശശി തരൂരിനെ പോലെ ഇത്രയധികം നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന, വാദമുഖങ്ങളിൽ എതിരാളികൾക്ക് കൃത്യമായി മറുപടി നൽകുന്ന ആരും ഇന്ന് കോൺഗ്രസിലില്ല. ഇങ്ങനെ ഒരു വ്യക്തിക്ക് കോൺഗ്രസിൽ പരിഗണന ലഭിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം പാർട്ടി വിടുന്നതിനെ നിരുത്സാഹപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ തരൂർ BJPയിലേക്ക് പോകുന്നതിനെ അംഗീകരിക്കണം. അങ്ങനെ തരൂർ BJPയിലെത്തിയാൽ തീർച്ചയായും BJPയുടെ വജ്രായുധമായിരിക്കും തരൂർ. ഒരുപക്ഷെ BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എടുത്തു വയ്ക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും ശശി തരൂർ. ഇത്ര കൃത്യമായ നിലപാടുള്ള ഒരാളെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാക്കുന്നതിനോട് തീർച്ചയായും മലയാളികൾക്കും താല്പര്യം തന്നെ എന്നുറപ്പിക്കാം. ഒന്നോർക്കുക, കേരളത്തിൽ ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ ഹമാസ് അനുകൂല റാലിയിൽ ഹമാസിനെതിരെ സംസാരിച്ച വ്യക്തിയാണ് തരൂർ. അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ദേശീയ സ്നേഹം വ്യക്തമാണ്. ഇനി എന്തായാലും ഒന്ന് പറയാം, രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കറക്കു കമ്പനിയിൽ തരൂർ എന്ന വിശ്വപൗരൻ അധികകാലം ഉണ്ടാവില്ല. ഇനി നോക്കിക്കാണാം തരൂർ BJPയിലേക്കോ CPMയിലേക്കോ എന്ന്. എന്താണേലും തരൂരിനി ഭീഷണിയൊന്നും ഭയന്ന് കോൺഗ്രസിനെ ചേർത്ത് നിർത്തില്ല, ഉപേക്ഷിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.